ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നല്ല അടിപൊളിയൊരു അവിയലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാചകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഇതാ ഇവിടെ അവിയൽ തയ്യാറാക്കാനായിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് വഴുതനങ്ങ, ബീൻസ്, പച്ചമുളക്, പടവലങ്ങ, മത്തങ്ങ, മുരിങ്ങയ്ക്ക, സവാള, കിഴങ്ങ്, വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റ്, പച്ചക്ക, അങ്ങനെ ഒരു അവിയലിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുക. ചില സ്ഥലങ്ങളിൽ ചില സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കും, ചില സ്ഥലങ്ങളിൽ ചില സാധനങ്ങൾ ഉപയോഗിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മളിവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് ഞാനിവിടെ അവിയൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കുക്കർ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നു. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഈ പച്ചക്കറിയിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കുന്നു. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുക്കറിനെ മൂടിയെടുത്ത് അടച്ചു കൊടുക്കുകയാണ്. ഇനി വേവിക്കാനുള്ള പരിപാടിയാണ്. സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതേസമയം ഇനി നമുക്ക് അവിയലിൽ ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ, വെളുത്തുള്ളി, നല്ല ജീരകം, ഉള്ളി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചത് ഈ ഒരു പരുവത്തിന് ആക്കിയിട്ടുണ്ട്. ഒരുപാടങ്ങ് അരച്ചെടുക്കരുത്, ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി എന്തായെന്ന് നോക്കാം. വിസിൽ വരുന്നുണ്ട്. വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് തറയിലേക്ക് വയ്ക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാ കഷ്ണങ്ങളും അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പിടുക എന്നുള്ളതാണ്. നമ്മൾ പച്ചക്കറി വെക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും കണ്ടില്ലേ നന്നായിട്ട്, കാരണം പച്ചക്കറിയിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് കുക്കറിലെ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇളക്കാം. അരപ്പിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ചക്കറിയുടെ എല്ലാ കഷ്ണങ്ങളിലും നമ്മുടെ ഈ ഒരു അരപ്പ് ചെന്നെത്തണം. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അല്പസമയം സിമ്മിൽ വെച്ച് വേവിക്കുക. അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അടിപൊളി അവിയലാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ അവിയലായിട്ട് തന്നെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവിയൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നവരാണ്. എങ്കിലും ഞാൻ ഇന്ന് ചെയ്ത രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ചാനലും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേമം നേരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.